പാതിവില തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ഇ.ഡി. അനന്തകൃഷ്ണനും കെ.എൻ. ആനന്ദകുമാറും പ്രതികൾ. തട്ടിപ്പ് കമ്പനികളും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് 1000 കോടിയോളം രൂപയാണ് തട്ടിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, ഒടുവിൽ ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഇവിടെ സംസ്ഥാന അന്വേഷണ ഏജൻസികൾ പല രീതിയിലുള്ള അന്വേഷണമൊക്കെ നടത്തി. പക്ഷേ അതെല്ലാം വെറുതെയായി എന്ന് വന്നതിനിടെയാണ് ഇ.ഡിയുടെ കുറ്റപത്രം വരുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഗി പറഞ്ഞതുപോലെ ആദ്യം ക്രൈംബ്രാഞ്ച് ആയിരുന്നു ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണത്തിലേക്ക് കടന്നിരുന്നത്. എന്നാൽ നിരവധി പരാതികൾ പല ഭാഗങ്ങളിലായി ഏതാണ്ട് 8000-ഓളം പരാതികൾ ഈ 1000 കോടി രൂപ തട്ടിയ കേസിൽ എടുത്തിരുന്ന ക്രൈംബ്രാഞ്ച് പിന്നീട് അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല. പല ഭാഗങ്ങളിലായി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണ സംഘത്തെ തന്നെ, പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചു എന്നെല്ലാം അവകാശപ്പെട്ടപ്പോൾ പോലും ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്ന നിലയിലാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം പോകുന്നത്. യഥാർത്ഥ പ്രതികളിലേക്കൊന്നും തന്നെ നീളുന്ന ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തിയുമില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ചാർജ് ഷീറ്റ്, കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായ ഉള്ള പ്രതികൾ എന്ന് പറയുന്നത് 2 പേരാണ്, അനന്തകൃഷ്ണൻ, ആനന്ദകുമാർ. ഈ അനന്തകൃഷ്ണനാണ് ഈ തട്ടിപ്പുകളുടെ എല്ലാം പ്രധാനപ്പെട്ട സൂത്രധാരൻ. ഇരുചക്ര വാഹനങ്ങൾ പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ആളുകളിൽ നിന്ന് അതിനായി പണം പിരിക്കുകയും വാഹനങ്ങൾ നൽകാതെ വഞ്ചിക്കുകയുമായിരുന്നു. തുടർന്നാണ് പല ഭാഗങ്ങളിലായി അനന്തകൃഷ്ണനെതിരെ പരാതികൾ ഉയർന്നത്. ഈ അനന്തകൃഷ്ണന്റെ കൂട്ടാളിയായി പ്രവർത്തിക്കുകയും അനന്തകൃഷ്ണന് വേണ്ട ഒത്താശകൾ ചെയ്യുകയും ചെയ്ത ആളെന്ന് കണ്ടെത്തിയതാണ് ആനന്ദകുമാറിനെ. ഈ ആനന്ദകുമാറിനെയും അനന്തകൃഷ്ണനെയും പ്രതികളാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനിയും തുടരും. പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അനന്തകൃഷ്ണൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തുമെല്ലാം ഭൂസ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. പലർക്കും ഭൂമികൾ വാങ്ങുന്നതിനായി അഡ്വാൻസുകളും അനന്തകൃഷ്ണൻ നൽകിയിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചെല്ലാം തന്നെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആരുടെയെല്ലാം ബിനാമി ആയാണ് അനന്തകൃഷ്ണൻ പ്രവർത്തിച്ചത്, ബിനാമി ഇടപാടുകൾ എങ്ങനെയെല്ലാമാണ് നടന്നത് എന്നത് സംബന്ധിച്ചെല്ലാമുള്ള ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. ഇതിനിടയിലാണ് പ്രാഥമികമായി ആദ്യഘട്ട കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിരവധി കമ്പനികൾ, തട്ടിപ്പ് കമ്പനികൾ, അനന്തകൃഷ്ണൻ ആരംഭിച്ച നിരവധി തട്ടിപ്പ് കമ്പനികൾ കൂടി ഈ പ്രതിപട്ടികയിലുണ്ട്. വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. നിലവിൽ അനന്തകൃഷ്ണനെ മാത്രമാണ് ജയിലിലെത്തി ചോദ്യം ചെയ്തത്. ക്രൈംബ്രാഞ്ചിന്റെ കേസുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണനും ആനന്ദകുമാറും റിമാൻഡിലാണുള്ളത്. രാഗി, ശരി ജിജീഷ്.